ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ടിൽ ഓപ്പൺ വെച്ചിട്ടുള്ള നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ തുണി രണ്ടായിട്ട് മടക്കിയെടുക്കാം. ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാ നൈറ്റിയും കട്ട് ചെയ്യുമ്പോൾ 4ആയിട്ടാണല്ലോ മടക്കിയെടുക്കാറ്. ഇതിൽ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് പിന്നീടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അത് ഈ തുണിയിൽ താഴെ നിന്നും മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. 54 ഇഞ്ചാണ് ഞാൻ നൈറ്റിയുടെ ലെങ്ത്തായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. തയ്യൽത്തും കൂടെ കൂട്ടിയിട്ടാണ് 54 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 54 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന അളവുകളൊക്കെ ഇവിടെ നിന്നും താഴേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ അളവ് 10.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി വരച്ചെടുക്കാം. അപ്പോൾ കൈക്കുഴി ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റിൻ്റെ അളവ് 9.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇവിടെ നിന്നും താഴേക്കും ഇതുപോലെ വരച്ചെടുക്കാം. ഈ നൈറ്റിയുടെ താഴ്ഭാഗത്തെ വീതി ഈ തുണിയുടെ ഫുള്ള് വീതി എടുക്കരുത്. ഇവിടെ നിന്നും ഇങ്ങോട്ട് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നൈറ്റിയുടെ താഴ്ഭാഗത്തെ വീതി മാർക്ക് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി താഴ്ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഡെപ്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ബോക്സാക്കി വരച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തൂടെ തുണി കട്ട് ചെയ്യണം. അപ്പോൾ ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വന്ന തുണി ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതും രണ്ടായിട്ടാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോലെ താഴെ നിന്നും മുകളിലേക്ക് നൈറ്റിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നൈറ്റിയുടെ ലെങ്ത്ത് 54 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 2 ഇഞ്ച് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ചിൽ താഴ്ഭാഗം വരെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ അതേ അളവ് ഈ തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. താഴ്ഭാഗം വരെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വിടുന്നത് കൊണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വീതി ഈ തുണിയുടെ ഫുള്ള് വീതി എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നേരത്തെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ താഴ്ഭാഗത്തെ വീതി 2 ഇഞ്ച് കുറച്ച് എടുത്തിരുന്നത്. ഇനി ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബോക്സാക്കി വരച്ചിട്ട് സിമ്പിളായിട്ടുള്ള റൗണ്ട് നോക്ക് വരച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി വന്ന തുണിയിൽ നിന്നാണ് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനു മുന്നേ ഈ ഫ്രണ്ട് പാർട്ടിനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള തുണിയെ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് ഈ തുണിയുള്ളത്. ഇതിനെ ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ 4 ലെയറായിട്ടാണ് ഈ തുണിയുള്ളത്. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കണം. ഇവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ചിൽ വീണ്ടും സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കാം. ഇനി ഈ മുകളിലെ മാർക്കിങ്ങിൽ നിന്നും താഴെ മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ടാപ്പ് സ്ലോപ്പാക്കി വെച്ചിട്ട് 10 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ 10 ഇഞ്ചിലേക്ക് ഇതുപോലെ സ്ലോപ്പാക്കി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആം ഹോൾ ഷേപ്പ് ചെയ്തൊന്ന് ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഓപ്പണിങ് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുത്തിട്ട് ഈ മാർക്കിങ്ങിലൂടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുള്ളവർക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതുമായിട്ട് ജോയിൻ ചെയ്ത് ലെങ്ത്ത് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ നൈറ്റിയുടെ കട്ടിങ് വരുന്നത്. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പാർട്ടിൽ ഈ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഈ 2 തുണിയുടെയും മോശം വശത്തേക്ക് 2 ഇഞ്ച് താഴ്ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിൽ 2 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറ്റേ പീസിൽ 2 ഇഞ്ച് ഫുള്ളായിട്ടും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടിൻ്റെയും റോങ് സൈഡിലേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് മറ്റേ പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഓപ്പൺ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിൽ മുകളിൽ നിന്ന് 5 ഇഞ്ചിലാണ് ഓപ്പണിങ് കൊടുക്കുന്നത്. താഴ്ഭാഗത്ത് ഒരു 10 ഇഞ്ചിലാണ് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ബാക്കി കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് മുകളിൽ ഓപ്പണിംഗ് വരുന്നത്. താഴ്ഭാഗത്തും ഇതുപോലെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നൈറ്റിയുടെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഈ നെക്കിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറിയ കട്ടിങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോസ് പീസിനെ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നെക്കിൻ്റെ റൗണ്ടിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഇതിൻ്റെ നല്ല വശം നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. അപ്പോൾ സ്ലീവിൻ്റെ ഈ സെൻറ്ററിൽ കട്ടിങ് ഇട്ട് കൊടുത്ത ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നൈറ്റിയുടെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ താഴ്ഭാഗം മുതൽ നൈറ്റിയുടെ താഴ്ഭാഗം വരെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഈ നൈറ്റിയുടെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം. ഇത്രയും ആയാൽ ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു നൈറ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.